മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ലീവിങ്, ക്ലീവിങ് ആൻഡ് ബിക്കമിങ് ഓൺ ഫ്ലഷ് അതാണ് സംസാരിച്ചത്. ഇന്ന് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ കടമകളും ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഉത്തരവാദിത്വം കടമയിലും ഉള്ള ഒരു കാര്യം കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യമുണ്ട്. അതിനെക്കുറിച്ച് സെപ്പറേറ്റായിട്ടുള്ള ഒരു 4-5 എപ്പിസോഡുകൾ പിന്നെ ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ അതിനേക്കാളും പ്രധാനമായിട്ട് കുടുംബജീവിതം ശക്തിപ്പെടുത്താനായി ഭാര്യ ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആദ്യം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ അതിനകത്ത് കമൻറ്റ് ബോക്സിൽ എഴുതുക. ഞാൻ ഉത്തരം ഇന്ന് പറയത്തില്ല. ഈ എപ്പിസോഡൊക്കെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിന് ഉത്തരം കിട്ടുക. ആർക്കാണ് കടമ കൂടുതൽ? ഒരു കുടുംബത്തിൻ്റെ കടമകളും ഉത്തരവാദിത്വങ്ങളും ആർക്കാണ് കൂടുതൽ? ഭാര്യമാർക്കാണോ ഭർത്താക്കന്മാർക്കാണോ? അത് നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ അതിന് ഒരു ഉത്തരം എഴുതുക. ഭർത്താക്കന്മാരാണെങ്കിൽ ഭർത്താക്കന്മാർക്കാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ കാരണം കൂടെ എഴുതിയാൽ നല്ലതാണ്. ഭാര്യമാർക്കാണെന്ന് പറഞ്ഞാൽ ഭാര്യമാർക്കാണെന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ എന്തായാലും നമുക്കറിയാം, ഭാര്യയും ഭർത്താവും കൂടെ ചേരുമ്പോഴാണ് ഒരു കുടുംബമാകുന്ന. കുഞ്ഞുങ്ങളുണ്ടായാലും ഇല്ലെങ്കിലും അവരുടെ കുടുംബം എന്ന് പറയുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ കടമകളൊക്കെ ഉണ്ട്. അത് നമ്മൾ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ചുരുക്കമായി ചിന്തിക്കും. ഒരു ആദ്യത്തെ പോയിൻ്റ് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന എഫേസ്യർ 5:25 നിന്നാണ്. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിക്കും. സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം ഇത് തുടങ്ങിയിട്ട് കുറേ നാളായതാണ്. സ്നേഹം, ഈ സ്നേഹം ലോകത്തെ മുഴുവൻ നിലനിർത്തുന്ന സ്നേഹമാണ്. ദൈവം ലോകത്തെ സ്നേഹിച്ചു, നമ്മൾ അന്യോന്യം സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. എന്നാൽ ഇവിടെ ഭർത്താക്കന്മാരോട് പറയുകയാണ് നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ. അന്നേരം ഭാര്യയ്ക്ക് സ്നേഹിക്കേണ്ടേ ഭർത്താവിനെ? ഇവിടെ പുരുഷന്മാരോടാണ് പറയുന്നത്. അന്നേരം പുരുഷന്മാർക്കാണോ ഉത്തരവാദിത്വം കൂടുതൽ? പുരുഷന്മാർക്ക് എല്ലാ ഭാര്യമാരെയും സ്നേഹിക്കാം, എല്ലാ സഹോദരിമാരെയും സ്നേഹിക്കാം, എല്ലാ അമ്മമാരെയും സ്നേഹിക്കാം, അല്ലേ? എന്നാൽ ദൈവം ഇവിടെ പറയുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിക്കണം. ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചേ? ക്രിസ്തു സഭയെ സ്നേഹിച്ചത് നമുക്കറിയാം എങ്ങനെയാണ്. ജീവൻ കൊടുത്തു, അല്ലേ? സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കുന്നതിലും അധിക സ്നേഹം ആർക്കും കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തു ജീവൻ മുഴുവൻ സഭയ്ക്ക് കൊടുത്തു. എങ്കിൽ സഭ ക്രിസ്തുവിനെ സ്നേഹിച്ചില്ലെങ്കിലും ക്രിസ്തു സഭയെ സ്നേഹിക്കും. എന്നാൽ നാം സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നു എന്ന് ചിന്തിക്കണം. പല പുരുഷന്മാരും ചോദിച്ചാൽ ഭാര്യയെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കും. അത് ശരിയല്ല. തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിട്ടും കർത്താവ് സഭയെ സ്നേഹിച്ചു. അടികൊണ്ട്, തുപ്പേറ്റു, ചെറുതായി, മരിക്കാൻ തയ്യാറായി. ഭാര്യയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഭർത്താവ് ഏതറ്റം വരെയും പോകണം എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, സഹോദര, കയ്യിലിരിപ്പ് മോശമായാൽ, അല്ലെങ്കിൽ സാറേ കയ്യിലിരിപ്പ് മോശമായാൽ എന്ത് ചെയ്യണം? ചില ഭാര്യമാരുടെ കയ്യിലിരിപ്പ് മോശമാണ്, അതുകൊണ്ട് അവരെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് തറുതല പറഞ്ഞുകൊണ്ടേയിരിക്കും, എന്നെ അവൾക്കൊരു സ്നേഹവുമില്ല. എന്നാൽ അവിടെ വരുന്ന വേറെ ആൾക്കാരെയൊക്കെ അവളെ സ്നേഹിക്കുന്നു. അവിടെ സംശയം വരുന്നതാണ്. അത് നമ്മൾ ആ കോൺഫ്ലിക്റ്റിനകത്ത് നമ്മൾ പറയുന്ന സംശയം. ഇതൊക്കെ ഇത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ കയ്യിലിരിപ്പ് മോശമായാലും നമ്മൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഹോശയ പ്രവചനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഹോശയ വിശുദ്ധിയുടെ പ്രവാചകനാണ്. എന്നാൽ ഹോശയിൽ
മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പം ദൈവം മോശയോട് പറഞ്ഞത് 2-ാം വാക്യത്തിൽ, നീ ചെന്നിട്ട് ആ മോശമായ സ്ത്രീയെ വിവാഹം കഴിക്കാനാണ് പറഞ്ഞു. മോശമായി പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയും പരസംഗത്തിൽ ജനിച്ച മക്കളെ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്തു ചെയ്തു? അവളെ പോയി പരിഗ്രഹിച്ച് അവർക്ക് എന്താണ് ദൈവം വിതയ്ക്കുന്നവൻ ഇസ്രായേൽ എന്ന് പേർ വിളിച്ചു. പിന്നെ വീണ്ടും അടുത്ത കുഞ്ഞ് 6-ാം വാക്യത്തിൽ മകളെ പ്രസവിച്ചു. അവൾക്ക് ലോരു ഹമ, കരുണ ലഭിക്കാത്തവൾ എന്ന് പേരിട്ടു. 9-ാം വാക്യത്തിൽ അവന് ലോ അമ്മി, എൻ്റെ ജനമല്ല എന്ന് പേർ വിളിച്ചു. ഇതിലപ്പുറം ഒരു ഭർത്താവിന് എങ്ങനെ താങ്ങാൻ പറ്റുന്നത്? ഇസ്രായേൽ ഏത് രീതിയിൽ ജീവിക്കുന്നു എന്ന് കാണിക്കാനായിട്ട് ഉള്ളൊരു പ്രവചനമാണിതെങ്കിലും നിങ്ങളുടെ ഭാര്യ 1% പോലും നിങ്ങളുടെ എക്സ്പെക്റ്റേഷനിൽ വന്നിട്ടില്ലെങ്കിലും അവളുടെ പിഴവുകൾ കണ്ടിട്ട് അത് ദൈവത്തോട് പറഞ്ഞ് അവളെ സ്നേഹിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് കയ്യിലിരിപ്പ് മോശമായാലും അവളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. യേശു സഭയെ സ്നേഹിച്ച കാര്യം പറഞ്ഞില്ലേ? യേശു കർത്താവിൻ്റെ ദൈവത്വം എങ്ങനെയാണ് നമ്മൾ കൂടുതൽ അറിഞ്ഞത്? നമ്മുടെ പിഴവുകൾ അറിഞ്ഞ് നമ്മളെ കൂടെ ക്ഷമിച്ച് കൂടെ കൊണ്ടുപോയപ്പോഴാണ്. സ്നേഹം പാപത്തിൻ്റെ ബഹുത്വത്തെ മറക്കുന്നു. ജീവിത പങ്കാളിയുടെ ഒരു പ്രശ്നവും ഒരു ഡൈവേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് വഴിയിൽ ഉപേക്ഷിച്ച് കളയാനുള്ള ഒരു ബന്ധമല്ല ജീവിത പങ്കാളിയുടെ ബന്ധം. ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്സുകൾ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിലൊക്കെ ഇന്ന് ഒരുപാട് ഡൈവേഴ്സ് കൂടിയിട്ടുണ്ട്. ഒരുപാട് ധാരാളം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും ഈവൻ വേർപെട്ട സഭകളിലും ഒക്കെ ഇതിങ്ങനെ കൂടിക്കൂടി വരിക. അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ഡൈവേഴ്സിനെ കുറിച്ചുള്ള ക്ലാസ്സിൽ കൂടുതലായിട്ട് പറയാം. ഭാര്യയെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. അത് ത്യാഗപൂർണമായ സ്നേഹമാണ്. അൺകണ്ടീഷണൽ ലവ്, അതാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ആ രീതിയിൽ സ്നേഹിക്കണം. നമുക്കറിയാമോ, അവരുടെ വീട്ടുകാരെയൊക്കെ വിട്ട്, ഭർത്താക്കന്മാരോട് ചേർന്ന് ഞാൻ പറയാണ്, ഞാനൊരു ഭർത്താവായിരുന്നല്ലോ, അവരുടെ വീട്ടുകാരെയൊക്കെ വിട്ട്, അപ്പനെയും അമ്മയൊക്കെ വിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങളോട് ചേർന്നാണ്. അത് ആ സമയത്ത് ഒരുപാട് പ്ലാനും കാര്യങ്ങളും എല്ലാം ചെയ്ത് നിങ്ങളൊരുമിച്ച് ജീവിക്കാനായിട്ട് ചിന്തിച്ച് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നിങ്ങളങ്ങ് ലീവിങ്ങും ക്ലീവിങ്ങും ഓൺ ഫ്ലഷും ഒക്കെ ആയി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോഴേ പെട്ടെന്ന് ഒരു കാര്യം പ്ലാൻ ചെയ്തു. കുറേ സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യണം, കുറേ ആളുകളെ കാണണം, കുറേ കാര്യങ്ങളൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ച് വിസിറ്റ് ചെയ്തിരുന്നപ്പോഴേ ഒരു സുപ്രഭാതത്തിൽ എന്തോ ഒരു പ്രയാസം വന്ന് ആശുപത്രിയിൽ പോയി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഭാര്യ പ്രഗ്നൻ്റ് ആകുന്നു എന്ന് അറിഞ്ഞു. ഉടൻ തന്നെ എന്താണ് സംഭവിച്ചത്? അവളുടെ എല്ലാ ഫ്യൂച്ചർ പ്രോഗ്രാമും അവിടെ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. അവളുടെ എല്ലാ അംബീഷനും ഇവിടെ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. എന്താണ്? കൊടൈക്കനാൽ പോകണം, അല്ലെങ്കിൽ മലേഷ്യയിൽ പോകണം. കൊടൈക്കനാൽ പോട്ടെ, മലേഷ്യയിൽ പോകണം, അല്ലെങ്കിൽ സിംഗപ്പൂരിൽ പോകണം, അവിടെ ട്രാവൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഇരുന്ന നിങ്ങൾ പെട്ടെന്ന് പ്രഗ്നൻ്റായി എന്നറിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി അവളുടെ എല്ലാ ആഗ്രഹങ്ങളും അവൾ ക്യാൻസൽ ചെയ്യുകയാണ്. എന്തിനാണ്? നിങ്ങളോടൊപ്പം വന്നതിൻ്റെ ഒരു ഭവിഷ്യത്തല്ലായിരിക്കാം. അവളെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ്. അവളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ അവളുടെ മുമ്പിലോട്ടുള്ള എല്ലാ പ്ലാനും അത് മാറുകയാണ്. അപ്പോഴേ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും പൂർണ്ണമായിട്ടുള്ള സ്നേഹവും കണ്ടിന്യൂസ് ആയിട്ട് അവൾക്ക് ആവശ്യമില്ലേ? തീർച്ചയായും ആവശ്യമുണ്ട്. നിങ്ങളെന്താ ചെയ്യുന്നത്? നിങ്ങളത് കേട്ട ഉടനെ എല്ലാവർക്കും ഓരോ ലഡു വാങ്ങിച്ച്, അവിടെ ബേക്കറി ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഒരു ലഡു വാങ്ങിച്ചു കൊടുത്ത് നിങ്ങൾ പിതാവാകാൻ പോകുന്നുവെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത്രേ നിങ്ങൾ ചെയ്തുള്ളൂ. നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല. നിങ്ങളുടെ ജീവിതം പഴയതുപോലെ തന്നെ ഈ പുരുഷന്മാരുടെ ജീവിതം പഴയതുപോലെ തന്നെ പോവുകയാണ്. അവളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പം ഇന്നലെ കഴിച്ചുകൊണ്ടിരുന്ന കഴിക്കാൻ പറ്റത്തില്ല.
ഇനി രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല, ചില സമയങ്ങളിൽ ചാടി എഴുന്നേറ്റിരിക്കേണ്ടി വരും, ഒരുപാട് ഉത്കണ്ഠകൾ വരും, ആങ്ഷ്യസ് ആയിട്ട് വരും. ഇനി ഭക്ഷണം കഴിക്കുന്നതിനകത്ത് പല കാര്യങ്ങൾ ആഡ് ചെയ്യണം, മന്ത്ലി ചെക്കപ്പ് നടത്തണം, പല സ്ഥലങ്ങളിലേക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് ഇനി റെസ്ട്രിക്ഷനുണ്ട്, പല സ്ഥലങ്ങളിൽ പോകാൻ പറ്റത്തില്ല. അതിനിടയ്ക്കൂടെ ഫോൺ വരും, അമ്മയുടെ ഫോൺ വരും, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇന്ന ഭക്ഷണം കഴിക്കണം, ചില ആളുകളായിട്ട് കൂട്ടുകൂടരുത്, ചിലർ പറയും രാത്രിയിൽ പുറത്തിറങ്ങരുത്, അതൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ട് അങ്ങോട്ട് പോകരുത്, ഓട്ടോറിക്ഷയിൽ ട്രാവൽ ചെയ്യരുത്, ബെഡ് റെസ്റ്റ് വേണം, ഇങ്ങനെയൊക്കെയുള്ള 100 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ ഉണ്ടാകാനായിട്ട് കുഞ്ഞ് ഉള്ളിൽ ഉളവായപ്പോഴേ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരമ്മ ചെയ്യുന്നത്. അതുകൊണ്ട് ഭർത്താക്കന്മാർ ഇത് മനസ്സിലാക്കി ഭാര്യയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. ശിംശോൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് അത് ഉദാഹരണം ഞാൻ പറയുന്ന ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയാണ്, അല്ലാതെ അത് ഫോളോ ചെയ്യാനായിട്ടല്ല. ശിംശോൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ന്യായാധിപന്മാർ 16:15 ഇങ്ങനെ പറയുന്നു, അപ്പോൾ അവൾ അവനോട്, നിൻ്റെ ഹൃദയം എന്നോടുകൂടെ ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ? ഫിലിസ്ത്യരെ കൊണ്ട് ശിംശോനെ അടിയറ വെപ്പിക്കാനായിട്ട് ആ വേശ്യസ്ത്രീ ശ്രമിക്കുമ്പോൾ പല പ്രാവശ്യവും ശിംശോൻ പറയുന്നതനുസരിച്ചിട്ട് അവൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ശിംശോൻ രക്ഷ പ്രാപിക്കുന്നു. എന്നിട്ട് അവൾ പറയുകയാണ്, ശിംശോനോട് പറയുകയാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ഉദ്ദേശിച്ചാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. നിൻ്റെ ഹൃദയം എന്നോടുകൂടെ ഇല്ലാതെ ഇരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതാണ്. അത് നമ്മൾ ഭാര്യമാരെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയം അവരോട് കൂടെ ഉണ്ടാവണം. അതാണ് സ്നേഹം വെളിപ്പെടുത്തുന്നത്. ഹൃദയങ്ങളെ പങ്കുവെക്കുന്ന ഒന്നാണ് സ്നേഹം. ഹൃദയങ്ങളെ പങ്കുവെക്കുന്ന നമ്മൾ പാട്ടെന്തോ ആരാണ്ട് ഒരു സിനിമ നടൻ എഴുതിയ പാട്ട് ഏതോ പറയുന്നത്, സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്ന പോലെ ഹൃദയങ്ങൾ പങ്കുവയ്ക്കുക. ഹൃദയങ്ങൾ പങ്കുവയ്ക്കുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് സ്നേഹം പ്രകടിപ്പിക്കപ്പെടുന്നത്. സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രകടിപ്പിക്കപ്പെടുകയും വേണം. അതും പ്രധാനമാണ്. എനിക്ക് എൻ്റെ ഭാര്യയോട് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞാൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? പല കാര്യങ്ങൾ കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴാണ്. നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റും. നല്ല ഭക്ഷണമാണ് വെച്ചാലും അല്പം മോശമാണെങ്കിൽ പോലും അത് നല്ലതാണെന്ന് പറഞ്ഞ് ഒന്ന് എൻകറേജ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ സ്നേഹം പ്രകടിപ്പിക്കാം. ഭാര്യയോട് ചേർന്ന് ചില അടുക്കള പ്രവർത്തനങ്ങളിലേക്ക് ചേർന്ന് നിന്ന് അവളോട് സംസാരിച്ചുകൊണ്ട് സ്നേഹം പ്രദർശിപ്പിക്കാം. അതുപോലെ അവൾ പറയുന്നതൊക്കെ ഒന്ന് കേട്ടുകൊണ്ടിരുന്ന് ക്ഷമയോടുകൂടി കേട്ടുകൊണ്ടിരുന്ന് അവളോട് സ്നേഹം പ്രദർശിപ്പിക്കാം. നമ്മൾ വിചാരിക്കുന്ന സ്നേഹം പ്രദർശിപ്പിക്കാനായിട്ടുള്ള അൾട്ടിമേറ്റ് മാർഗം സെക്സ് മാത്രമല്ല. സെക്സും സ്നേഹം പ്രദർശിപ്പിക്കുന്ന ഒന്നാണ്. അത് മാത്രമല്ല, സ്നേഹം എന്ന് പറയുന്നത് ഹൃദയങ്ങളെ പങ്കുവയ്ക്കുന്നതാണ്, വിചാരങ്ങളെ പങ്കുവയ്ക്കുന്നതാണ്, ആകുലതകളെ പങ്കുവയ്ക്കുന്നതാണ്. എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കപ്പെടുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. എനിക്കൊരു പ്രയാസം ഉണ്ടായി, നമ്മുടെ നിനക്കതുണ്ടാവണം എന്ന് പറയുന്ന അല്ല സ്നേഹം എന്ന് പറയുന്നത്. ആ പ്രയാസം ഉണ്ടായെങ്കിൽ ആ പ്രയാസം എങ്ങനെ തരണം ചെയ്യാം, നിനക്ക് ഞാനുണ്ട്, നീ വിഷമിക്കേണ്ട, ആ പ്രയാസത്തെ ഞാൻ ഏറ്റെടുത്തോളാം, എൻ്റെ പ്രയാസമായിട്ട് ഏറ്റെടുത്തോളാം എന്ന് പറയുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹം എന്ന് പറയുന്നത് ഇറോട്ടിക് ലവിനേക്കാൾ ഉപരിയായിട്ട്, ഭാര്യ ഭർത്തൃ ബന്ധം ഇറോട്ടിക് ലവ് ആണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഗീവ്, നേരത്തെ പറഞ്ഞാണ് ഗീവ്. അഗപ്പെ ലവിനകത്താണ് ഗീവ് ഉള്ളത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്, നമ്മൾ അങ്ങോട്ട് പങ്കുവയ്ക്കപ്പെടുകയാണ്. അതാണ് സ്നേഹം. ഈ പങ്കുവയ്ക്കപ്പെടുന്ന സ്നേഹം ഉള്ളിടത്ത് വിവാഹമോചനമില്ല, ഡൈവേഴ്സ് ഉണ്ടാകത്തില്ല. കാരണം അവരുടെ ചാബല്യങ്ങൾ, പാർട്ട്ണറുടെ വിഷമങ്ങൾ, പാർട്ട്ണറുടെ ഇല്ലായ്മകൾ, പാർട്ട്ണറുടെ ഡിഫക്റ്റ് എൻ്റെ സ്നേഹത്താൽ കവർ ചെയ്യുകയാണ്. സാരമില്ല, അത് സാരമില്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഇത് കേൾക്കാനായിട്ട് എത്ര സന്തോഷമാണ് ഭാര്യയ്ക്ക് എന്ത് സന്തോഷമായിരിക്കും. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭാര്യയ്ക്കൊരു അസുഖം വന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു എമർജൻസി വന്നു, ഞാനിവിടെ കിടന്നുറങ്ങാം, നീ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നീ അങ്ങ് ആശുപത്രിയിലോട്ട് വെക്കോ, ഞാൻ ആ ഉറക്കം കഴിഞ്ഞിട്ട് അങ്ങ് വരാം. അങ്ങനെ പറയുന്ന ഭർത്താക്കന്മാരുണ്ട്.
അങ്ങനെ പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. ഞാൻ ഇന്ന് ഒരുപാട് ക്ഷീണത്തിലാണ്. ഭാര്യ പറയുക, ആ കുഞ്ഞിനെ ഒന്ന് വിളിച്ചുകൊണ്ട് വരണം, എല്ലാ ദിവസവും ഞാനാ പോയി വിളിച്ചുകൊണ്ട് വരുന്നത്, ആ കുഞ്ഞ് ആ റോഡിൽ ഓട്ടോയ്ക്കകത്ത് അവർ കൊണ്ട് വിടും, ഒന്ന് വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയാം. എന്നെ കൊണ്ട് വയ്യ, നീ അവൻ ഇനി തന്നെ വന്നോളൂ എന്ന് പറയുമ്പോഴേ ഭാര്യയുടെ ഉത്കണ്ഠ എത്ര കൂടുകയാണ്. ഭാര്യയുടെ ഉത്കണ്ഠ ഭയങ്കരമായിട്ട് കൂടുകയാണ് അത് കേൾക്കുമ്പോഴേ. എന്നാൽ അത് അവിടെ ഒരു സപ്പോർട്ടിങ്, നീ റെസ്റ്റ് ചെയ്തോ, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോഴേ ഭാര്യയുടെ മനസ്സിൻ്റെ ഉള്ള ഒന്ന് തണുക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അടുക്കളയിലെ ഹെൽപ്പ്, മറ്റുള്ള ഹെൽപ്പ്, ഇതെല്ലാം ചെയ്യുമ്പോഴേ എന്താ സംഭവിക്കുന്നത്? നമ്മൾ സ്നേഹം പ്രദർശിപ്പിക്കുകയാണ്. പല ഭർത്താക്കന്മാർക്കും ഭാര്യമാരുടെ ബർത്ത്ഡേ എന്താണെന്ന് അറിയത്ത് പോലുമില്ല. ആ ബർത്ത്ഡേയിൽ ആ ഭാര്യ ഒന്ന് ഹഗ് ചെയ്ത് ഒരു ഉമ്മയൊക്കെ കൊടുക്കാനായിട്ട് ഇന്ന് ഭർത്താക്കന്മാർ തയ്യാറാകുമോ? അറിയാതൊരു സർപ്രൈസ് ഗിഫ്റ്റ് രാവിലെ വിഷ് ചെയ്തോ ഇല്ല, വീട്ടിൽ ഓഫീസിലിരുന്നപ്പോൾ ഓർത്തു, ഇന്ന് ഭാര്യ വിചാരിച്ച് ഇന്ന് തന്നെ വിഷ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ച് ഭാര്യ ഇങ്ങനെ ഒരു കൊട്ട മുഖമായിട്ട് വൈകിട്ട് ഇങ്ങനെ വീട്ടിലെ തിണ്ണയ്ക്ക് കാത്തിരിക്കുകയാണ്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഓർത്തില്ല, ഒരു വക ഓർത്തില്ല, എന്നെക്കുറിച്ച് യാതൊരു ചിന്തയില്ല എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വീർത്ത് കെട്ടിയിരുന്നപ്പോഴേ ഭർത്താവ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ ഒരു ഫ്ലാപ്പൊക്കെ ഒട്ടിച്ച് ഒരു നല്ല സാരി അല്ലെങ്കിൽ മനോഹരമായി അവൾ ധരിക്കുന്ന അവൾക്ക് ഇഷ്ടമുള്ള നിറത്തിലുള്ള ഒരു വസ്ത്രം വാങ്ങിച്ച് വൈകിട്ട് വന്നവിടത്ത് കൊടുത്താൽ എന്തോ സ്നേഹമായിരിക്കും ആ ഭാര്യയ്ക്ക് ഉണ്ടാകുക, എന്തോ സ്നേഹമായിരിക്കും. എന്നിട്ട് പറയുക, ഇന്ന് നമ്മൾ വീട്ടിൽ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, നമ്മൾ രണ്ടുപേരും വൈകിട്ട് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് എന്ന് പറയാം. സ്നേഹം പ്രദർശിപ്പിക്കുന്ന വിധങ്ങളാണ് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് ഉണ്ടാകും. ഭർത്താവിൻ്റെ കടമയാണ് സ്നേഹം പ്രദർശിപ്പിക്കുക എന്നുള്ളത്. ഹീസ് ദ ഇനിഷ്യേറ്റർ ഓഫ് ലവ്. ഭാര്യയ്ക്ക് റോളുണ്ട്, അതിലും വരാം ഭാര്യ എങ്ങനെയാണ് സ്നേഹം പ്രദർശിപ്പിക്കേണ്ടതെന്ന്. അത് അടുത്ത എപ്പിസോഡിൽ പറയാം, ഭാര്യ എങ്ങനെയാണ് സ്നേഹം പ്രദർശിപ്പിക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. നമ്മുടെ കുടുംബജീവിതത്തിലെ കടമയ്ക്കകത്ത് ഏറ്റവും പ്രധാനമായ അന്യോന്യമുള്ള സ്നേഹം പ്രദർശിപ്പിക്കേണ്ട ഞാൻ പറയാം. കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം എന്നേ പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലെ സ്നേഹമില്ലാത്ത അവസ്ഥ, സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം വന്നിരിക്കുന്ന അവസ്ഥ, സ്നേഹം ശുഷ്കിച്ചിരിക്കുന്ന അവസ്ഥ, സ്നേഹം പ്രകടിപ്പിക്കാത്ത അവസ്ഥ, ഹെയ്റ്റ് വരുന്ന അവസ്ഥകൾ, ഇതെല്ലാം പിശാച് കൊണ്ടുവരുന്നതാണ് കുടുംബജീവിതങ്ങളെ തകർക്കുവാനായി. കർത്താവേ, അവിടെ എല്ലാം നിൻ്റെ സ്നേഹം വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബജീവിതത്തിലെ സ്നേഹത്തിൻ്റെ ആധിക്യം വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്യോന്യം സ്നേഹിപ്പാനായിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, സഹായിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലെ സ്നേഹം ഇല്ലാതെ ഇരിക്കുന്ന, സ്നേഹം വറ്റിയിരിക്കുന്ന കുടുംബങ്ങളിലെ കർത്താവെ, ഈ ദൈവത്തിൻ്റെ വചനം ശക്തമായി ഹൃദയങ്ങളിലേക്ക് ചെല്ലട്ടെ. കർത്താവെ, ഹൃദയം അന്യോന്യം പങ്കുവയ്ക്കപ്പെടുവാൻ കർത്താവെ ഇടവരുത്തണമേ. സ്നേഹത്താൽ ബൈൻഡ് ചെയ്യുന്ന കുടുംബങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് ക്ഷമിക്കപ്പെടുവാൻ, സ്നേഹത്താൽ കവർ ചെയ്യുവാൻ കർത്താവെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇദ്ദേഹം കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വാച്ച് ചെയ്യണം. നമ്മൾ ഭർത്താവ് ഭാര്യയോടുള്ള സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇനി ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞില്ല. അത് അടുത്ത എപ്പിസോഡിലുണ്ടാവും. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. ഞാൻ പറയുന്നത് കൂടാതെ വേറെ ആശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇടാൻ കുഴപ്പമില്ല. കാരണം എല്ലാം ഞാൻ കവർ ചെയ്തൊന്നും പറയുന്നില്ല. എന്നാൽ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസിൽ കൂടുതലായിട്ട് അടിയുറച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഞാനൊരു ഒരു സൈക്കാട്രിക്കോ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെയോ അല്ലെങ്കിൽ ഒരു സെക്സോളജിസ്റ്റിൻ്റെയോ ഒന്നും അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നില്ല. എന്നാൽ ബൈബിളിലുള്ള ചില അഭിപ്രായങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത് ചില പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രയോജനമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുക.